വെണ്ണല അംബേദ്കർ റോഡിൽ നിർമ്മിച്ച കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ എന്ന വീടിന്റെ ഗൃഹപ്രവേശ ചടങ്ങ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട നടനായ കൊച്ചിൻ ഹനീഫ വിട പറഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ കുടുംബത്തിന് സ്വന്തമായി ഒരു വീടുണ്ടായിരിക്കുന്നു. കൊച്ചിൻ ഹനീഫ ബാക്കി വെച്ചുപോയ ആഗ്രഹങ്ങളും 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള സന്തോഷവും പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും സഹോദരനും. ഹനീഫക്കയുടെ സമ്പാദ്യത്തിൽ തന്നെ സ്വന്തമായൊരു വീട് വേണമെന്നത് അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നുവെന്നും ഭാര്യ ഫസീല ഓർത്തെടുക്കുന്നു. തങ്ങൾക്ക് എപ്പോഴും താങ്ങായി നിന്നത് നടൻ ദിലീപാണെന്നും എന്ത് ആവശ്യത്തിനും എപ്പോഴും ഓടിയെത്താറുണ്ടായിരുന്നുവെന്നും ഫസീല കൂട്ടിച്ചേർക്കുന്നു. ഹനീഫ ഇക്ക ബാക്കി വെച്ചുപോയ സ്വപ്നമാണിത്. എന്നോട് എപ്പോഴും പറയുമായിരുന്നു, നിനക്ക് സ്വന്തമായി ഒരു വീടുണ്ടായിരിക്കും, അത് ഹനീഫ ഖാന്റെ ക്രെഡിറ്റിൽ തന്നെ ആയിരിക്കും. അതിപ്പോൾ നടന്നു. ഇക്കായുടെ ആഗ്രഹം പോലെ തന്നെ ഒരു വീട് വെക്കാൻ കഴിഞ്ഞു. അതുപോലെ വീടിന്റെ പേര് AB മൻസിൽ എന്നാണ്. ഹനീഫ് ഖാന്റെ വാപ്പച്ചിയുടെ പേരാണത്. AB മുഹമ്മദ് എന്നാണ് പേര്. ഹനീഫയ്ക്ക് എല്ലാം വൈകിയാണ് വരുന്നത്. അതിലൊരു പ്രത്യേകതയും ഉണ്ടായിരിക്കും. ഇതും എനിക്ക് അതുപോലെയാണ് തോന്നിയത്. ഈ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഹനീഫ ഖാന്റെ മനസ്സാണ് അവിടെ കാണുന്നത്. ഒരാൾക്കും കുറ്റം പോലും പറയാൻ പറ്റാത്ത ആളാണ് ഹനീഫ ഖാൻ. ഇപ്പോഴും ഞങ്ങൾ ആ ഒരു സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളെ ഇന്നും അന്നും സഹായിച്ചത് ദിലീപാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നോട് പറയണമെന്ന് പറയും. എന്ത് പ്രശ്നമായാലും ഏത് പാതിരാത്രിക്കും എന്നെ വിളിക്കാമെന്ന് പറയും. ഷൂട്ടിംഗ് ആണെങ്കിൽ എടുക്കില്ല. 2 പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ 3ാമത്തെ പ്രാവശ്യം സോറി എത്താത്ത എന്നും പറഞ്ഞാണ് തിരിച്ചു വിളിക്കുന്നത്. അത്രയും ഞങ്ങളോട് സ്നേഹമുണ്ട്, ഭാര്യ ഫസീല പറയുന്നു. 16 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഒരു സുദിനം വന്നതെന്നും കൊച്ചിൻ ഹനീഫയുടെ അളിയൻ ഫിറോസ് പറഞ്ഞു. നിയമക്കുറിപ്പുകൾ കാരണം വൈകിയെങ്കിലും ഹനീഫയുടെ സ്വപ്നമായ വീട് പണിയാൻ കഴിഞ്ഞതിൽ വളരെ അധികം അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറയുന്നു. കുടുംബത്തിന് വലിയൊരു കരുതലായി നടൻ ദിലീപ് കൂടെയുണ്ടായിരുന്നു. സാമ്പത്തികമായി സഹായിച്ചതാണെങ്കിൽ കടം വീട്ടാമായിരുന്നു. എന്നാൽ ദിലീപ് നൽകിയത് ഒരു നിറസാന്നിധ്യമായിരുന്നുവെന്നും ഷൂട്ടിംഗ് കഴിഞ്ഞ് ഉറക്കമൊഴിഞ്ഞാണ് അദ്ദേഹം ഗൃഹപ്രവേശന ചടങ്ങിന് എത്തിയതെന്നും ഫസീല പറയുന്നു.